ഉമ്മർക്ക വിഷ്ണു അപ്പോ വർക്ക് കഴിഞ്ഞ സൈറ്റിലല്ലേ? എവിടെയത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്? ഇത് മലപ്പുറം ടൗണിന്റെ അടുത്ത് തന്നെയാണ്, മങ്ങാട്ടുപുലം എന്ന് പറയും. മങ്ങാട്ടുപുലം. ഓക്കെ, വിഷ്ണു വന്നിട്ടുണ്ട്, സൈറ്റ് കാണാൻ വന്നാലേ? ഓക്കെ, അപ്പോ നമുക്ക് സൈറ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ? ഏതായത് മാർബിൾ വിരിച്ചിരുന്നത്? GT മാർബിളാണ് വിരിച്ചത്. GT അല്ലേ? GT കാറ്റഗറി പെൻസിലിന് എങ്ങനെയുണ്ട് കാണാന്? വിഷ്ണു കണ്ടോ? വർക്ക് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ? വീട്ടിലെ ഉടമസ്ഥൻ അവിടെ ഉണ്ട്. അസ്സലാമു അലൈക്കും. വർക്കെല്ലാം കഴിഞ്ഞല്ലേ? നമ്മൾ ഈ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ പേര്? എന്റെ പേര് അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ. ഓക്കെ, നമ്മളിവിടെ മങ്ങാട്ടുപുരം മലപ്പുറം ടൗണിൽ തന്നെ അല്ലേ? അടുത്ത് തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പോ നിങ്ങള് നാട്ടിലാണോ അതോ? ഞാൻ ഇവിടെ നാട്ടിൽ തന്നെ. എന്താ പരിപാടി? സെൻട്രിങ്, അതേമാതിരി ലോഡിങ്, ഓക്കെ ഓക്കെ. അപ്പോ ഈ വീട് വെക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലായി പണി തുടങ്ങിയിട്ടില്ലേ? ഈ മാർബിൾ വിരിക്കാൻ എങ്ങനെ നമ്മളങ്ങനെ പരിചയപ്പെട്ടത്? നമ്മള് ആദ്യം അവിടുന്ന് നമ്മളെ തറവാട് ഈ പണിയെടുത്ത വീടിനെ പണിയിട്ട് നമ്മൾ അവിടുന്ന് സാധനം എടുത്തിരുന്നു. നമ്മളെ പണിക്കാരെ അന്ന് നമ്മൾ വേറെ വെച്ചു. അപ്പൊ നമുക്ക് തൃപ്തി അല്ലാത്തതുകൊണ്ട് ഞാൻ ഉമ്മറാക്കാനെ കണ്ടു കാണാനെ നമ്മളെ വീഡിയോസ് എന്തെങ്കിലും കണ്ടിരുന്നോ? വീഡിയോസ് ഞാൻ കാണലുണ്ട്. അതിന്റെ ഫോളോ ചെയ്യലുണ്ട്. അതിന്റെ നിങ്ങളെ വീഡിയോ ഒക്കെ കണ്ടു കാണാനെ അങ്ങനെ ഷോപ്പിലെത്തിയതല്ലേ? ഓക്കെ, നമ്മള് വിരിച്ചിട്ടുള്ളത് GT ആണ്. GT എങ്ങനെ? GT-യോട് താല്പര്യം അങ്ങനെ ഉണ്ടായിരുന്നോ? താല്പര്യം നമുക്ക് ഒരു മീഡിയം ലെവല് റേറ്റും പിന്നെ അതിന്റെ ക്വാളിറ്റി കൂടി. കല്ല് നല്ല എല്ലാരും ആവറേജ് ആൾക്കാരൊക്കെ വിരിച്ച കാണാനും ഭംഗി ഉണ്ടാവും, വലിയ വില വരുന്നില്ല. ഓക്കെ, അപ്പോ ഇവർക്ക് വർക്ക് എടുത്ത് വിഷ്ണു ആയിരുന്നു ഹെൽപ്പ് ചെയ്തിരുന്നു അല്ലെ? മാർബിൾ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിരുന്നു വിഷ്ണു ആയിരുന്നു. വിഷ്ണു അവര് വന്ന സമയത്ത് എന്തായിരുന്നു ഇവര്? അതന്നെ നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ അവർക്ക് മീഡിയം റേഞ്ചിലുള്ള കല്ലുകൾ മതി എന്ന് തന്നെ പറഞ്ഞു. GT അറിയാലോ, നല്ല ബില്ലും കാര്യങ്ങളൊന്നും ഇല്ലാതെ കൊടുക്കാം. നമ്മള് കൊടുക്കുമ്പോ എത്രത്തോളം ഫിനിഷിംഗ് ആകുമ്പോ എത്ര ഭംഗി ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചില്ല. നല്ല ഹെഡ്ഷേഡ് ആയിരുന്നു. അതെ, അവിടെ വരുമ്പോ പല സ്ലാബ് കാണും. GT-നെ നമുക്ക് ആയതിനെ താല്പര്യം. പിന്നെ നല്ല വൈറ്റ് മാർബിളിനൊക്കെ ഉണ്ട്. പക്ഷെ അതിന് നമ്മുടെ റേഞ്ച് എക്സ്പെൻസ് വരും. വിരിക്കുമ്പോഴത്തെ എല്ലായിടത്തും നമ്മൾ നല്ല ശ്രദ്ധിക്കും. അതെ അതെ, വിരിച്ചു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് ശ്രദ്ധിക്കണം. ഇതാവുമ്പോ പിന്നെ നല്ല ക്വാളിറ്റിയുള്ള കല്ലാണ്. നമ്മൾ അത്ര മെയിൻ്റെനൻസും ഇല്ല. വർക്ക് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം. അവർക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. എന്തായാലും എത്രയായിരുന്നു ഇത് വന്നിരുന്നത്? 1100 സ്ക്വയർ ഫീറ്റ് മാർബിൾ. 1100 സ്ക്വയർ ഫീറ്റ് അല്ലേ? 200 സ്ക്വയർ ഫീറ്റോളം ഗ്രാനൈറ്റ് ഉണ്ട്. സ്റ്റെപ്പിന്റെ ടോപ്പില് ബെഞ്ച്, കിച്ചൺ റാക്ക്, മുകളിൽ അപ്സ്റ്ററിലെ ബെഞ്ചൊക്കെ സ്റ്റീൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. 210 സ്ക്വയർ ഫീറ്റോളം എടുത്തിട്ടുണ്ട്. അപ്പോ മൊത്തം വർക്കെല്ലാം ഫിനിഷ് ചെയ്തു. എങ്ങനെയൊക്കെയായിരുന്നു വർക്ക് എടുത്തിരുന്നപ്പോ? മോൾഡിങ്ങും കാര്യങ്ങളൊക്കെ? മോൾഡിംഗ് പറഞ്ഞില്ല, സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ കോമൺ ഏരിയയിലൊക്കെ മോൾഡ് ചെയ്തിട്ടുണ്ട്. ഹോള്, സിറ്റ് ഔട്ട് ഒക്കെ മോൾഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സ്റ്റെപ്പ്, സ്റ്റെയർ കേസ്, പിന്നെ ബെഞ്ച്, സിറ്റിംഗ് ബെഞ്ചൊക്കെ ഡബിൾ മോൾഡിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എത്രത്തോളം എക്സ്പെൻസ് വന്നു നമുക്ക്? 82 രൂപ മൊത്തം വർക്കിന് അല്ലേ? പക്ഷെ നല്ല രീതിയിൽ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഫുൾ ചെലവും കാര്യങ്ങളൊക്കെ അവരെന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കാര്യങ്ങളൊക്കെ അവരെന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ? പല ലെവലിലുള്ള എക്സ്പെൻസീവ് വരുള്ളൂ. ഓക്കെ, വർക്കിനകത്തുള്ള എക്സ്പെൻസ് കൂടുന്നത് അങ്ങനെയൊക്കെയാണല്ലേ? അവിടെയൊക്കെയാണ് 52,000 രൂപ മൊത്തം വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി മൊത്തം വീഡിയോസ് ഒന്ന് കാണിച്ചു കൊടുക്കാം അവർക്ക്. നമ്മളെ വർക്ക് കഴിഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? പണിക്കാരെ പറഞ്ഞില്ലാറ് ഉസാറായിട്ട് നമ്മളൊന്നും നോക്കണ്ട. ഓരോ കാര്യങ്ങള് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മള് മെയിൻ ഇത് പറഞ്ഞാല് നമ്മള് പരിപാടി ചെയ്യുന്നതിന് ഉദ്ദേശിച്ചതിന് മുമ്പ് തന്നെ പരിപാടികൾ ഫുള്ളായിട്ട് തീർത്തുന്നുണ്ട് അല്ലേ? തീർത്തുന്നുണ്ട്. പിന്നെ അവർക്ക് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉമ്മർക്കാനെ വിളിച്ചോ കിട്ടിയിരുന്നില്ലേ? മൂപ്പര് നല്ല ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? നമ്മളെ പണിക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ അഡ്ജസ്റ്റ് ചെയ്തു. പെയിന്റിങ് ഓല എടുത്തിട്ട് നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു നേരത്തെ നിങ്ങൾ തറവാട്ടില് വേറെ പണിക്കാരെ വിരിച്ചിരുന്നു പറഞ്ഞു. നമ്മൾ അവിടെ പണിക്കാർ വേറെ വിരിച്ചു. പക്ഷെ അത് എനിക്ക്
അതിനേക്കാൾ സാറ്റിസ്ഫാക്ഷൻ തോന്നിട്ടില്ല അവസാനം കഴിഞ്ഞപ്പോൾ? 100% ഇപ്പൊ നമുക്കൊരു മനസ്സിൽ തൃപ്തിയുള്ള ഒരു പണിക്കാരൊക്കെ വീട്ടുകാർക്കൊക്കെ എങ്ങനെ? വൈഫിനും മക്കൾക്കും ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള മോഡൽസിനൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം.